ഇന്നത്തെ ജിയോ പൊളിറ്റിക്കൽ അപ്ഡേറ്റ്സിൽ പ്രധാനമായിട്ടും അമേരിക്കയിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. കാരണം മുഹമ്മദ് ബിൻ സൽമാൻ MBS അമേരിക്കയിലുണ്ട്. Senator Lee, Mr. President. Mr. President. And Trump doesn't give a fist pump. I grabbed that hand. I don't give a hell where that hand's been. I grabbed that hand. Remember Biden? He travels for 20 hours, gets out, and he gives a fist bump. No. When you get out of the plane and you got the future king and the man who's one of the most respected people in the world, you shake his hand. You don't give him a fist bump, right? We don't want to ask you about that, but I can't imagine you were thrilled. You were like a little bit surprised. He's a fantastic guy. You don't do that. Yeah, please. അപ്പം അമേരിക്കയിൽ ട്രംപ് ഈ നടന്ന കൊലപാതകങ്ങളെയൊക്കെ ന്യായീകരിച്ചുകൊണ്ട് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് എങ്ങനെയെങ്കിലും അമേരിക്കയുടെ ഉള്ളിൽ വരുത്താൻ വേണ്ടിയിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷേ അതേസമയം ട്രംപിനൊരു തിരിച്ചടിയും കൂടി കിട്ടുന്നുണ്ട്. അതായത് സെനറ്റിലും കോൺഗ്രസ്സിലും രണ്ട് സഭകളിലും എപ്സ്റ്റീൻ ഫയൽ പൂർണ്ണമായിട്ടും പുറത്തിറക്കണം എന്ന് പറഞ്ഞിട്ട് അതിനെ റിലീസ് ചെയ്യണം. അതിങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കേണ്ട ഒരു സംഗതിയല്ല, നിങ്ങൾ പുറത്തിറക്കിക്കോളൂ എന്ന് പറഞ്ഞിട്ട് അതിന് അപ്രൂവൽ കൊടുത്തിരിക്കുകയാണ്. ഡെമോക്രാറ്റിക് പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ വളരെ ശക്തമായിട്ട് തന്നെ ഇതിനെ പിന്തുണച്ച് മൊത്തത്തിൽ എപ്സ്റ്റീൻ ഫയൽ പുറത്തിറക്കണം. അത് പുറത്തിറക്കി കഴിഞ്ഞാൽ ട്രംപിന് ഒരു ചെറിയ നെയിം ഡാമേജ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതാണ് ട്രംപ് ഇതിനകത്ത് പേടിക്കുന്നത്. ഈ എപ്സ്റ്റീൻ കേസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇതിനു മുമ്പ് ചെറിയ രീതിയിലുള്ള ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട്. അത് ശരിക്കും അത് പർപ്പസ്ഫുള്ളി നമ്മൾ അവോയ്ഡ് ചെയ്താണ്. നമുക്കങ്ങനെ പ്രത്യേകിച്ച് ട്രംപിനോട് വ്യക്തിവൈരാഗ്യമൊന്നുമില്ല. പക്ഷേ ഈ എപ്സ്റ്റീൻ കേസുമായിട്ട് ബന്ധപ്പെട്ട ഫയൽ പുറത്ത് വരാത്തത് കൊണ്ട് തന്നെ ഇതിനകത്ത് വലിയ രീതിയിലുള്ള ദുരൂഹതകളുണ്ട് എന്നാണ് പുറത്ത് സംസാരം മീൻസ് അമേരിക്കയുടെ ഉള്ളിൽ അങ്ങനെയാണ് ഡിസ്കഷൻസ് നടക്കുന്നത്. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചില ക്ലിപ്പിംഗ്സ് ഒക്കെ പുറത്ത് സർക്കുലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഈ ക്ലിപ്പിംഗ്സിലൊക്കെ എത്രമാത്രം ഇതിൻ്റെ സത്യസന്ധത ഉണ്ടെന്നുള്ളത് നമുക്കറിയില്ല. കാരണം ഇന്നത്തെ കാലത്ത് എങ്ങനെ വേണമെങ്കിലും ക്ലിപ്പിംഗ്സ് മെനഞ്ഞിറക്കാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു ജഡ്ജ്മെൻറ്റിൽ എത്തുന്നില്ല. പക്ഷേ ഈ എപ്സ്റ്റീൻ കേസുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ആ ഐലൻഡിൽ ക്ലബ്ബ് പബ് ഉൾപ്പെടെയുള്ള പല പണച്ചാക്കുകളും പോയി പങ്കെടുക്കുന്ന, അവിടെ പോയിട്ട് അവരുടെ നൈറ്റ് ലൈഫ് അതേപോലെ ടൈം സ്പെൻഡ് ചെയ്യുന്ന ഒരു ഏരിയയാണ് ആ ഒരു ഐലൻഡ്. അപ്പോൾ ആ ഐലൻഡിലേക്ക് ഈ ട്രംപിൻ്റെ സുഹൃത്തുക്കളെല്ലാം ചേർന്നുകൊണ്ട് ഇവരെപ്പോഴും അങ്ങോട്ട് വിസിറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ട്രംപിൻ്റെ സുഹൃത്തായിട്ടിരുന്ന വ്യക്തി ഏറ്റവും കൂടുതൽ ട്രംപിനെ അങ്ങോട്ട് ക്ഷണിച്ചിട്ടുണ്ട്, ട്രംപ് അങ്ങോട്ട് പോയിട്ടുണ്ട്. ഇതെല്ലാം തന്നെ അണ്ടർ ഏജിൽ വരുന്ന കുട്ടികളെയാണ് അവിടെ ഇവർ മിസ്യൂസ് ചെയ്തിരിക്കുന്നത് എന്നുള്ള നിലയിലുള്ള ആരോപണങ്ങളാണ് നിലനിൽക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ട് ശരിക്കും ഈ ഒരു കേസ് ഫയൽ പുറത്തു വന്നു കഴിഞ്ഞാൽ അഥവാ ട്രംപിൻ്റെ പേരെങ്ങാനും അതിനകത്തുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയൊരു ദുരന്തമായി ഭവിക്കും ട്രംപിന്. ഇത് ജസ്റ്റ് ഒരു മുന്നറിയിപ്പ് മാത്രമാണ്. ഈ ഫയൽ പുറത്തു വരുമ്പോഴേ നമുക്ക് ഇതിൻ്റെ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഫയൽ പുറത്തുവിടാൻ വേണ്ടിയിട്ടുള്ള അപ്രൂവൽ ഇപ്പം സെനറ്റും കോൺഗ്രസും കൊടുത്തിരിക്കുകയാണ്. ട്രംപിൻ്റെ അവസ്ഥ ധർമ്മസങ്കടമാണ്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ എത്ര തന്നെ ശ്രമിച്ചാലും ഇത് തടഞ്ഞു വെക്കാൻ പറ്റില്ല. അത് പൂർണ്ണമായിട്ടും പുറത്തിറക്കണം. പക്ഷേ അവിടെ ആകെക്കൂടി ഇപ്പോൾ ട്രംപിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയിൽ കാഷ് പട്ടേലാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. കാരണം FBI ഡയറക്ടർ എന്നുള്ള നിലയിൽ കാഷ് പട്ടേലിൻ്റെ ചുമതലയാണ് ഈ ഒരു ഫയൽ പുറത്തിറക്കുക എന്നുള്ളത്. ഇനി കംപ്ലീറ്റ് പ്രഷറും FBI-ക്കാണ് വരാൻ പോകുന്നത്. FBI-യിൽ കാഷ് പട്ടേൽ ഇനിയിപ്പം ഫ്രണ്ട് ആൻഡ് ബാക്ക് പ്രഷറിലായിരിക്കും. അതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. എനിവേ ഇത് അവിടെയുള്ള എപ്സ്റ്റീൻ ഫയലുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം. ഇനി നമ്മൾ നേരെ MBS വൈറ്റ് ഹൗസ് സന്ദർശിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഡിന്നറൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ അവർ ഒരുപാട് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. ഡിന്നറിൽ വെച്ചിട്ട് രഹസ്യമായിട്ട് ട്രംപ് ഓഫ്ലൈനിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞതായിട്ടുള്ള വാർത്തയൊക്കെ വരുന്നുണ്ട്. ആക്സിയോസ് എന്ന് പറഞ്ഞ പത്രമാണ് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അവർ പറഞ്ഞിരിക്കുന്നത്, ട്രംപ് പറഞ്ഞത് ആക്ച്വലി ഈ ഖഷോഗി എന്ന് പറഞ്ഞ ആൾ അത്ര വലിയ നല്ല റിപ്പോർട്ടറൊന്നും അല്ല, അമേരിക്കയുടെ ഉള്ളിൽ തന്നെ പലർക്കും അവരെ താല്പര്യമില്ല എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞതായിട്ട് ആ പത്രം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഓഫ് റെക്കോർഡ് എന്നാണ് അവർ ഓഫ് റെക്കോർഡ് എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ആയിട്ടാണ് അവർ കാണിച്ചിട്ട് ഇത് ഈ ഒരു സ്പെഷ്യൽ നോട്ട് അവർ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ജമാൽ ഖഷോഗി എന്ന് പറഞ്ഞ വ്യക്തി എല്ലാവർക്കും അറിയാമല്ലോ. ഈ MBS നല്ല രീതിയിൽ ഇവിടെ ഭരണം പിടിച്ചെടുത്ത് ഒരുപാട് പണച്ചാക്കുകളായിട്ടുള്ള സൗദി അറേബ്യയിലുള്ള ആൾക്കാരെ മൊത്തം ഒരു ഹോട്ടലിൽ ഹൗസ് അറസ്റ്റ് ചെയ്യുന്നത് മാതിരി ചെയ്ത് വെച്ചിട്ടാണ് ഈ ഭരണം പിടിച്ചെടുത്തത്. ആ ഒരു ടൈമിൽ നടത്തിയ കുറേ വിഷയങ്ങളെക്കുറിച്ച് അതിരൂക്ഷമായ ഭാഷയിൽ ഈ ജമാൽ ഖഷോഗി വിമർശിച്ച് ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നു. ഈ ലേഖനങ്ങൾ എഴുതിയെന്ന് പറഞ്ഞാൽ ഇയാൾ സൗദി അറേബ്യയിൽ നിന്നും എസ്കേപ്പായി തുർക്കിയിലേക്ക് പോവുക, തുർക്കിയിൽ നിന്നാണ് തുടരെ കുറേ ലേഖനങ്ങൾ എഴുതിയത്. പിന്നീട് ഈ ലേഖനങ്ങളെല്ലാം തന്നെ വാഷിംഗ്ടൺ പോസ്റ്റിലേക്ക് അയച്ചു കൊടുക്കുകയും വാഷിംഗ്ടൺ പോസ്റ്റാണ് ഇയാളെ ഒരു സ്ഥിരം റിപ്പോർട്ടറായിട്ട് ഹയർ ചെയ്ത് ഇയാൾ അമേരിക്കയിലേക്ക് പോവുകയും അവിടെ നിന്ന് കൃത്യമായിട്ട് ഈ റിപ്പോർട്ടുകളൊക്കെ വാഷിംഗ്ടൺ പോസ്റ്റിലൂടെ അച്ചടിച്ച് വരികയാണ് ചെയ്തത്. അപ്പോൾ ഇത് ശരിക്കും ഈ വാഷിംഗ്ടൺ പോസ്റ്റിലൊക്കെ പോയി എഴുതുമ്പോഴത്തേക്കും ഇത് ശരിക്കും MBSന് നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്, മാനസികമായിട്ട് തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ എന്തായാലും ഒരു സുപ്രഭാതത്തിൽ അയാൾക്ക് തുർക്കിയിലേക്ക് വരേണ്ടി വരുന്നു. അങ്ങനെ തുർക്കിയിലെ സൗദി എംബസി വിസിറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ വെച്ചിട്ടാണ് അയാൾ കൊല്ലപ്പെടുന്നത്. സൗദി എംബസിയിലേക്ക് കയറിപ്പോയ ആൾ പിന്നീട് പുറത്തിറങ്ങി വന്നിട്ടില്ല.
ഈ സാഹചര്യം വളരെ പോപ്പുലർ ആയിട്ട് ഡിസ്കസ് ചെയ്യപ്പെട്ടതാണ്. പിന്നെ കയ്യിൽ ജമാൽ ഖഷോഗി കെട്ടിയിരുന്ന ഒരു ആപ്പിൾ വാച്ച്, ആ വാച്ചിൽ നിന്നാണ് കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ഡീറ്റെയിൽ ചോർത്തി എടുത്തത് അമേരിക്ക. ട്രംപ് ഇപ്പൊ ഇതിനെ ലഘൂകരിക്കാനാണ് ശ്രമിക്കുന്നത്. അതായത് ഇന്നത്തെ ഒരു മീറ്റിംഗിൽ ശരിക്കും ട്രംപിന്റെ ഒരു അബദ്ധം എന്ന് പറഞ്ഞാൽ ട്രംപ് 2 അബദ്ധങ്ങളാണ് കാണിച്ചത്. ഒന്ന്, ഈ ജമാൽ ഖഷോഗിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം സംസാരിക്കേണ്ട കാര്യമേ ഇല്ല. ഒന്ന്, കുറേ വർഷങ്ങൾക്ക് ശേഷം ഈ കേസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വളരെ ലോങ് ഡ്യൂറേഷൻ കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് MBS അമേരിക്ക സന്ദർശിക്കുകയാണ്. അവിടെ ഈ ഒരു കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം പൊക്കിയെടുത്തുകൊണ്ട് വന്ന് സംസാരിക്കേണ്ട കാര്യമില്ല. MBS തീർച്ചയായിട്ടും ഈ വിഷയം സംസാരിച്ചില്ല, പുള്ളി താല്പര്യപ്പെട്ടിട്ടുമില്ല എന്നുള്ളതാണ്. അപ്പോൾ അതായത് ഓപ്പൺലി MBS പോകുമ്പം ഈ ജമാൽ ഖഷോഗിയെ കുറിച്ച് സംസാരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ MBSന്റെ ഇൻവോൾവ്മെന്റിനെ സ്ഥിരീകരിക്കുന്ന പോലെയുള്ളതാണ് ഈ ഒരു ടോക്ക്. അപ്പോൾ അത് MBSന് താല്പര്യപ്പെട്ടില്ല. അത് നമ്പർ 1. രണ്ടാമത്, ഇറാനെ അവിടെ വെച്ചിട്ട് ഇറാന്റെ മേളിൽ അമേരിക്ക നടത്തിയ അറ്റാക്കും അവർ ചെയ്ത കാര്യങ്ങളെല്ലാം വളരെ പ്രൈസ് ചെയ്ത്, വളരെ അപ്രിഷിയേറ്റ് ചെയ്ത്, വളരെ അതായത് സെൽഫായിട്ട് തന്നെ സെൽഫ് അപ്രിസിയേഷൻ, അത് ട്രംപിന് വളരെയധികമുള്ള ഒരു വിഷയമാണ്. സെൽഫ് അപ്രീസിയേഷൻ ചെയ്തുകൊണ്ടുള്ള ആ ഒരു സംസാരം, അതും MBSന് താല്പര്യപ്പെട്ടില്ല. ഈ 2 വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ MBSന്റെ ഫേസിൽ അത് റിഫ്ലക്ട് ചെയ്യുമായിരുന്നു. അപ്പോൾ ഈ 2 വിഷയങ്ങൾ, ഇറാനും സൗദി അറേബ്യയ്ക്കും തമ്മിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവും. പക്ഷേ അതിനെ തേർഡ് പാർട്ടി വെച്ചിട്ട്, കാരണം ഇപ്പം നിലവിൽ മിഡിൽ ഈസ്റ്റിൽ ഇവരെല്ലാം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ചകളൊക്കെ നടത്തി ഒരു രമ്യതയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. അവർ തമ്മിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും പല വിയോജിപ്പുകളുണ്ടെങ്കിലും അമേരിക്കയിൽ പോയിട്ട് വൈറ്റ് ഹൗസിൽ ഇരുന്നുകൊണ്ട് ട്രംപിന്റെ മുൻപിലിരുന്ന് ഇത് കേൾക്കേണ്ട ആ ഒരു സാഹചര്യം പ്രതീക്ഷിച്ചില്ല MBS. പക്ഷെ അതെന്തായാലും ട്രംപ് വളരെ വൃത്തിയായിട്ട് നടത്തിയിട്ടുണ്ട്. ഇനി F-35 30 F-35A ക്ലാസ്, ഇതാണ് ഏറ്റവും കൂടിയ സാധനം അവരുടെ കയ്യിലുള്ളതിൽ, അമേരിക്കയിലുള്ളതിൽ. F-35ൽ A വേരിയന്റ്, B വേരിയന്റ്, C വേരിയന്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനകത്ത് A വേരിയന്റ് ആണ് ടോപ്പ് ക്ലാസ്, ഫുൾ ഓപ്ഷൻ. ആ ഫുൾ ഓപ്ഷൻ തന്നെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. 30 കൊടുക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലിന് ഇതിന് വലിയ ഡിസഗ്രിമെന്റ് ഒന്നും ഇല്ല എന്നുള്ള നിലയിൽ ട്രംപ് അതിനെ വളരെ ഈസി ആയിട്ടാണ് കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചത്. പക്ഷേ ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത് വിത്ത് കണ്ടീഷൻ, അതായത് സൗദി അറേബ്യ ഇസ്രായേലുമായിട്ട് നോർമലൈസേഷൻ, അല്ലാതെ ഇസ്രായേലിനെതിരെ ഒരിക്കലും ഒരു നിലപാടെടുക്കില്ല, ഇസ്രായേലിനെതിരെ അത് ഉപയോഗിക്കില്ല എന്നുള്ള കണ്ടീഷൻ, വിത്ത് കണ്ടീഷനോട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളൊരു പരിധിവരെ ഓക്കെയാണ്. പക്ഷേ ആ സമയത്ത് MBS പറയുന്നത് ഞങ്ങൾക്ക് F-35 വാങ്ങാൻ കുഴപ്പമൊന്നുമില്ല, പക്ഷേ അതേസമയം F-35 വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇസ്രായേലുമായിട്ട് നോർമലൈസേഷനിലാവണം. ഇസ്രായേലുമായിട്ട് നോർമലൈസേഷൻ ആവുക എന്ന് പറഞ്ഞാൽ അബ്രഹാം അക്കോർഡിൽ സൈൻ ചെയ്ത് ശക്തമായ ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് ഇസ്രായേലുമായിട്ട് സൈൻ ചെയ്ത് മുന്നോട്ട് പോകണം, എന്നാൽ മാത്രമേ കാര്യം നടക്കുകയുള്ളൂ. അപ്പോൾ ആ സാഹചര്യത്തിൽ സൗദി അറേബ്യ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്ക് ഇസ്രായേലുമായിട്ട് നോർമലൈസേഷൻ വേണമെന്നുണ്ടെങ്കിൽ പാലസ്തീനിയൻ സ്റ്റേറ്റ്ഹുഡ് വേണം എന്നാണ് MBS വൈറ്റ് ഹൗസിൽ നിന്ന് പറയുന്നത്. പാലസ്തീനിയൻ സ്റ്റേറ്റ്ഹുഡ് ഇപ്പം നിലവിൽ സ്ഥാപിക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഇസ്രായേൽ സമ്മതിക്കില്ല. പാലസ്തീനെ മറന്നുകൊണ്ടുള്ള ഇസ്രായേലുമായിട്ടുള്ള നോർമലൈസേഷൻ, അതാണ് ഇസ്രായേൽ പറയുന്നത്. അപ്പോൾ ഇവിടെ F-35 ഡീൽ അൾട്ടിമേറ്റ്ലി ഒരു പെൻഡിങ്ങിൽ കിടക്കുന്ന ഒരു അവസ്ഥയാണ്. പെൻഡിങ്ങിൽ എന്ന് പറഞ്ഞാൽ ഇത് ജസ്റ്റ് ഒരു പ്രപ്പോസൽ. അപ്പം MBS പറഞ്ഞിരിക്കുന്നത് ഞാൻ 600 ബില്യൺ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ തന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് 600 അല്ല, ഞാൻ 1 ട്രില്യൺ വരെ ഇൻവെസ്റ്റ്മെന്റ് നടത്താനാണ് താല്പര്യപ്പെടുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനെ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് ട്രംപ് പറയുകയുണ്ടായി. And today I said, any way you can up that? And he said, I am going to up that to $1 trillion. So he's investing $1 trillion into the United States. ഇന്നുകൂടി ലെബനാന്റെ ഉള്ളിൽ ഇസ്രായേൽ മാസീവ് ആയിട്ടുള്ള ഒരു അറ്റാക്കിൽ 13 പേര് കൊല്ലപ്പെട്ടു. പാലസ്തീനിയൻ റെഫ്യൂജി ക്യാമ്പിലാണ് അറ്റാക്ക് നടത്തിയത് എന്ന് ലെബനാൻ പറയുമ്പോൾ ഇസ്രായേൽ പറയുന്നത് അവിടെ ഹമാസിന്റെ ഭീകരർക്ക് ഇവർ പ്രാക്ടീസ് കൊടുക്കുമായിരുന്നു, അവർക്ക് യുദ്ധപരിശീലനം നടത്തുമായിരുന്നു എന്നുള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ലെബനാന്റെ ഉള്ളിൽ അറ്റാക്ക്, അതേപോലെ തന്നെ ഗാസയ്ക്കുള്ളിലും തകൃതിയായിട്ടുള്ള ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. അത് ഇസ്രായേലിന്റെ സെപ്പറേറ്റ് വീഡിയോ നമ്മൾ ഇൻസൈറ്റ്സ് മലയാളം ഗ്ലോബലിൽ അപ്ഡേറ്റ് ചെയ്യാം. അതുപോലെ സിറിയയ്ക്കുള്ളിൽ ലട്ടാക്കിയയിൽ റഷ്യയുടെ ബേസ് വീണ്ടും വരികയാണ്. അതിന് സിറിയയുടെ അഹമ്മദ് അൽ ഷാര പൂർണ്ണമായിട്ടുള്ള ഒരു സമ്മതം കൊടുത്തിരിക്കുകയാണ്. അപ്പം റഷ്യ തീർച്ചയായിട്ടും കഴിഞ്ഞ മാസം പുള്ളിക്കാരൻ അവിടെ പോയി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ആ ഒരു സംസാരത്തിനെ തുടർന്നാണ് റഷ്യ സിറിയയ്ക്കെതിരെ ഒരു രീതിയിലുള്ള നിലപാടുകളും UN എടുക്കാത്തത്. UN അവർക്കുള്ള സാങ്ഷൻസ് ഒക്കെ എലിവേറ്റ് ചെയ്തുകൊണ്ടുള്ള റെസൊല്യൂഷനൊക്കെ പാസ്സാക്കുകയുണ്ടായി. ആ സമയത്ത് റഷ്യ അവരുടെ വാക്ക് പാലിച്ചിട്ടുണ്ട്. അതിന് പകരമായിട്ടാണ് റഷ്യ സിറിയയ്ക്കുള്ളിൽ ലട്ടാക്കിയയിൽ അവരുടെ 2 ബേസ് ഉണ്ട്. ആ ഒരു ബേസ് രണ്ടും ഉപയോഗിക്കാനുള്ള പെർമിഷൻ കൊടുത്തിരിക്കുന്നത്. അതായത് അവർക്ക് എല്ലാവരും വേണം എന്നുള്ള നിലയിലാണ് അവരുടെ തീരുമാനം. ഇതൊക്കെ ഓൾറെഡി തന്നെ അമേരിക്കയുമായിട്ട് അഹമ്മദ് അൽ ഷാര ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ റഷ്യ ഇവരുടെ സാങ്ഷൻസ് ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് UN അതിനെ വീറ്റോ ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്നുള്ള ആ ഒരു ഓപ്ഷൻ, ആ ഒരു പ്രത്യേക വിഷയം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അമേരിക്ക എടുത്ത് സംസാരിച്ച് റഷ്യയുടെ ബേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് ഒരു തീരുമാനത്തിലേക്ക് വന്നത്. കാരണം ഇസ്രായേലിനും താല്പര്യമാണ് റഷ്യ അവിടെ ബേസ് പ്രവർത്തിപ്പിക്കുന്നത്. ഇസ്രായേൽ ഓൾറെഡി തന്നെ പറഞ്ഞുകൊണ്ടിരുന്നതാണ് റഷ്യയുടെ ബേസ് അവിടെ കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട്. അമേരിക്ക എടുത്ത് ഇസ്രായേൽ ഡയറക്റ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ് ഈ വിഷയം. അപ്പോൾ അങ്ങനെ ഇവരുടെ എല്ലാവരുടെയും സമ്മതത്തോടു കൂടി തന്നെയാണ് റഷ്യയുടെ ബേസ് അവിടെ വന്നിരിക്കുന്നതായിട്ട് ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുപോലെ റഷ്യ ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ കീവ് നഗരത്തിൽ ശരിക്കുള്ള അറ്റാക്ക്, അതേപോലെ
ഞാനിവിടെ ഒരു മാപ്പ് നോക്കുന്നുണ്ട്, നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ഇത് ഫുള്ള് 450-ലധികം ഡ്രോണാണ് ഇന്നലെ മൊത്തത്തിൽ ഉക്രൈൻ്റെ ഉള്ളിൽ, അതായത് പോളണ്ടിന്റെ ബോർഡർ വരെ റൊമേനിയയുടെ ബോർഡർ വരെയൊക്കെ ഡ്രോൺ എത്തി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇവർ ഈ നാറ്റോ രാജ്യങ്ങളെല്ലാം തന്നെ മിലിറ്ററി ഡ്രിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് റൊമാനിയയുടെ സൈഡിൽ അതേപോലെ ബൾഗേറിയയുടെ സൈഡിലൊക്കെ ഇവരുടെ ഫൈറ്റർ ജെറ്റുകളൊക്കെ വെച്ചിട്ട് റെഡി ആയിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇവർ എയിം ചെയ്തിരുന്നത് ക്രൈമിയയുടെ മേളിൽ എന്തെങ്കിലുമൊക്കെ അറ്റാക്ക് നടത്താമെന്നാണ്. കുറെ നാൾ കൊണ്ട് ഇവർ അതിന് ശ്രമിക്കുന്നുണ്ട്, പക്ഷേ അത് നടക്കുന്നില്ല. ആ സാഹചര്യത്തിലാണ് ഇന്നലെ റഷ്യ അഗ്രസീവായിട്ടുള്ള അറ്റാക്ക്. അതിൽ ശരിക്കും 47 ബാലിസ്റ്റിക് മിസൈലുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. 47ഓളം മിസൈലുകളാണ് ഇന്നലെ തൊടുത്തുവിട്ടത്. കീവ് നഗരത്തിൽ ഉൾപ്പെടെ പല റെസിഡൻഷ്യൽ ബിൽഡിങ്ങുകളും അടിച്ചു തകർത്തിട്ടുണ്ട്. കാഷ്വാലിറ്റി പറയുന്നത് 25 പേർ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് സെലൻസ്കിയുടെ സൈഡിൽ നിന്ന് വരുന്ന സ്റ്റേറ്റ്മെന്റ്. പക്ഷേ അതിലേറെ കാഷ്വാലിറ്റീസ് ഉണ്ട് എന്നാണ് വാർത്ത. ഇതിനെ തുടർന്ന് നടക്കുന്ന വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ സ്റ്റീവ് വിറ്റ്കോഫിന്റെ നേതൃത്വത്തിൽ റഷ്യ ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട മീഡിയേഷൻ ചർച്ച ഇസ്താൻബുളിൽ വെച്ചിട്ട് നടത്താൻ വേണ്ടി തീരുമാനമായി. അങ്ങോട്ട് ചെന്നു. സെലൻസ്കി ഇസ്താൻബുളിൽ എത്തിയ സമയത്ത് ശരിക്കും അവിടെ സെലൻസ്കിക്ക് വേണ്ടപ്പെട്ട ഇപ്പം നിലവിൽ നാട് വിട്ട ഒരു വ്യക്തിയുണ്ട്. ഇയാളുടെ പേരിലാണ് ഏറ്റവും കൂടുതൽ കറപ്ഷൻ ആരോപണമുള്ളത്. $100 മില്യൺ മുക്കിയതിന്റെ ആ ഒരു കേസ് ഇയാളുടെ പേരിൽ നിലനിൽക്കുന്നുണ്ട്. യാമുക് എന്നാണ് ഇയാളുടെ പേര്. അവിടെ തുർക്കിയിൽ യാമുക് അവിടെ പ്രത്യക്ഷപ്പെട്ടു. ഒന്നാമതേ സെലൻസ്കിയുടെ പേരിൽ ഈ അഴിമതി ആരോപണങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഈ ഉറ്റ സുഹൃത്തിനെ അവിടെ കൊണ്ടുവന്നതിൽ, വിശ്വസ്തനെ അവിടെ കൊണ്ടുവന്നതിൽ വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് അമേരിക്ക ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കീവിൽ വന്നിട്ട് സെപ്പറേറ്റ് നിങ്ങളെ കണ്ട് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് അവർ ഈ ചർച്ചയിൽ നിന്നും വാക്കൗട്ട് ചെയ്തു. അവർ ഏതാണ്ട് 28 പോയിന്റുകൾ നാറ്റോ രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം കൂടി ചേർന്നിട്ട് 28 പോയിന്റുകൾ ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം നിർത്താൻ വേണ്ടിയിട്ട് അവർ ഡ്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ട് റെഡിയായിരിക്കുന്ന സാഹചര്യമാണ്. ഈ 28 പോയിന്റുകളുമായിട്ട് ബന്ധപ്പെട്ട് ഇനിയിപ്പോൾ ഉക്രൈനിൽ സെലൻസ്കി അടുത്ത് സംസാരിക്കേണ്ടതില്ല. യൂറോപ്പിനടുത്തും നാറ്റോ രാജ്യങ്ങളടുത്തൊക്കെ സംസാരിച്ചിട്ട് റഷ്യയുമായിട്ട് ചർച്ച നടത്തി ഒരു തീരുമാനത്തിലാക്കിയിട്ട് പിന്നീട് സെലൻസ്കിയെ ഉൾപ്പെടുത്താം എന്നുള്ളതാണ് ഇപ്പോൾ നിലവിലെ തീരുമാനം. അതനുസരിച്ചിട്ടാണ് അമേരിക്ക ബാക്കൗട്ട് അടിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇസ്താൻബുളിലെ ചർച്ച പാളിയിരിക്കുകയാണ്. അതിന് സെലൻസ്കി കാരണമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് ഒറ്റൊരു കാരണമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് അമേരിക്ക ഇത്രത്തോളം എഫേർട്ട് എടുത്ത് ഈ ഒരു ചർച്ച നടത്താൻ മുന്നോട്ട് വന്ന സാഹചര്യത്തിൽ അതിനെ ഒരു രീതിയിലുള്ള റെസ്പെക്റ്റും കൊടുക്കാതെ റഷ്യ തകൃതിയായിട്ടുള്ള ആക്രമണങ്ങൾ ഉക്രൈന്റെ മേളിൽ അയച്ചുവിട്ടത് കൊണ്ടാണ് അതിൽ വിയോജിപ്പ് രേഖപ്പെടുത്തി അമേരിക്ക വാക്കൗട്ട് ചെയ്തു. ഈ ചർച്ച നടത്താൻ താല്പര്യപ്പെട്ടില്ല, ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ താല്പര്യം കാണിച്ചില്ല എന്നുള്ള രീതിയിലാണ് സെലൻസ്കിയുടെ ഇന്റർപ്രിട്ടേഷൻ. അതോടൊപ്പം ഈ യൂറോപ്യൻ രാജ്യങ്ങളാണെങ്കിൽ ഫുൾ ടൈം കോമഡിയാണ്. അവരാണ് ഈ കാർബൺ എമിഷൻ, അതായത് ഈ നടത്തിയ യുദ്ധത്തിൽ റഷ്യ 44 ബില്യൺ കോമ്പൻസേഷൻ കൊടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഈ വേൾഡ് കാർബൺ എമിഷനുമായിട്ട് ബന്ധപ്പെട്ട ഇവർ ക്ലൈമറ്റ് ചേഞ്ചിന്റെ മീറ്റിംഗ് നടത്തുമല്ലോ, അതിൽ ഇവർ പറഞ്ഞിരിക്കുന്നത് റഷ്യ $44 ബില്യൺ കോമ്പൻസേഷൻ പേ ചെയ്യണം. കാരണം ഈ യുദ്ധം നടത്തിയതിൽ അത്രമാത്രം കാർബൺ എമിഷൻ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ്. പിന്നെ കാർബൺ എമിഷന് വേണ്ടിയിട്ട് ഇനിയിപ്പോൾ യുദ്ധം നടക്കുന്ന എല്ലാ സ്ഥലത്തു നിന്ന് ഇവർ പൈസ പിരിക്കണമല്ലോ. അപ്പോൾ ഉക്രൈൻ അങ്ങോട്ട് നടത്തിയ ആക്രമണത്തിനും കാർബൺ എമിഷൻ ഉണ്ട്, അതിനെക്കുറിച്ച് ഇവർ മിണ്ടുന്നില്ല. അപ്പോൾ എനിവേ ഈ രീതിയിലുള്ള കോമഡികളൊക്കെ ഒരു സൈഡിൽ നടക്കുന്നുണ്ട്. എല്ലാം കവർ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയങ്ങൾ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.